കൊയിലാണ്ടി പൊയിൽക്കാവിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. സുധയാണ് കൊല്ലപ്പെട്ടത്. കഴുത്തിനാണ് വെട്ടേറ്റത്. ഭർത്താവ് കുട്ടികൃഷ്ണനായി പോലീസ് അന്വേഷണം നടത്തുകയാണ്. രാഹുൽ കെ വി വിവരങ്ങളുമായി. രാഹുൽ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. രാഹുൽ, ഈ കുട്ടികൃഷ്ണനെ പിടികിട്ടിയോ? കുടുംബ പ്രശ്നമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അഭിലാഷ്, ഇയാളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ ഉള്ളത് കൃത്യം നടന്ന സ്ഥലത്ത് തന്നെയാണ്. ഈ കാണുന്ന താൽക്കാലികമായി നിർമ്മിച്ചൊരു വീടാണ്. അതായത് തൊട്ടടുത്ത് തന്നെ വീടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. അതുകൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിനകത്ത് വെച്ചാണ് ഈ ക്രൂരകൃത്യം നടക്കുകയും ചെയ്തത്. അതിന് ശേഷം ഏതായാലും കുട്ടികൃഷ്ണനെ സംഭവ സ്ഥലത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോൾ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ച് ഫോട്ടോ പ്രചരിപ്പിച്ച് ഇയാളെ കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യം നടന്ന സ്ഥലത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികളിലേക്കും ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും സമീപവാസികൾ ഒരുപാട് വീടുകളുള്ള മേഖലയാണ്. പൊയിൽക്കാവിൽ പാറക്കൽ താഴെ എന്ന് പറയുന്ന പ്രദേശമാണ്. തൊട്ടുമുട്ടി ഒരുപാട് വീടുകളുണ്ട്. ഈ വീടിനെ സംബന്ധിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് അയൽവാസികൾ പറയുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ ആൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊരു സംഭവം നടന്നത് എപ്പോഴാണ് അറിയുന്നത്? രാവിലെ ഒരു 8-9 മണിയായിരുന്നു. അപ്പം ഇവിടെ തൊഴിലുറപ്പിൻ്റെ മാറ്റ് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചവരാണ്. ഇവിടെ ആരെയും കാണാനുണ്ടായ എൻ്റെ ഭാര്യയും ഇവിടെ ഉള്ള ഒരു സ്ത്രീയും കൂടി വന്ന് ഉള്ളിൽ കയറി നോക്കുന്നവരാണ് കണ്ടത്. കമ്മ കിടക്കുന്നത്. എന്താ ഇങ്ങനെ ഒരു സ്ഥിരം പ്രശ്നമുണ്ടോ? ആണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചത്തോളം അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പം കുറച്ചൊരു അല്ലാണ്ട് അധികവും രാത്രിയൊക്കെ ഉണ്ടാവും. മൂപ്പര് എന്ത് ജോലി ചെയ്യുന്ന ആളാണ്? മരം വെട്ട് എല്ലാ പണിക്കും പോകും. ഇപ്പം അത്യാവശ്യം കൂലിപ്പണി അല്ലാത്ത പണിക്കും പോകും. കുട്ടികൃഷ്ണനും ഭാര്യ സുധയും മാത്രമാണ് ഇവിടെ താമസം? ഇവിടെ വല്ല ഉള്ളൂ. അതിൽ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ടാണ്. ഒരു മോൻ വേറെ ജോലി ചെയ്യാൻ. ഈ രാത്രി എന്തെങ്കിലും ബഹളമൊക്കെ കേട്ടിരുന്നു? ഒന്നും രാത്രിയൊന്നും അങ്ങനെയൊന്നും കേട്ടില്ല. ഇന്ന് രാവിലെയും കേട്ടില്ല. പൊതുവെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. മദ്യപിച്ചിട്ട് വരലുണ്ട്. രാത്രി അധികം പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇപ്പം കുറച്ചായി ഒരാഴ്ചത്തോളം അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ ഈ ബഹളമൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ നിങ്ങൾ പൊതുവെ ഇടപെടാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരും. എപ്പോഴെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ വന്നു നോക്കും. ഓക്കെ. പിന്നീട് ഫോറൻസിക്കും അതുപോലെ ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയിൽ നായ നേരെ ഈ പുറത്ത് റോഡിലേക്കാണ് ഓടിയത്. ഏകദേശം 200 മീറ്റർ ഈ വീട്ടിൽ നിന്ന് അകലെ വരെ നായ ഓടി. അതിനുശേഷം അവിടെ നിൽക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പം പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ ചേരുന്നുണ്ട്. ഈ ഒരു നാടിനെ സംബന്ധിച്ച് നട്ടിലുണ്ടാക്കുന്ന ഒരു കൊലപാതകമാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇവർ ആദ്യം ഇങ്ങനെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമീപത്ത് ഇത്രയും വീടുകളുണ്ടായിട്ട് അവർക്കൊന്നും ഇവിടെ എത്തിപ്പെടാൻ. അപ്പം എന്താ വെച്ചാൽ ദിവസവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. മറ്റിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ സമീപത്തുള്ള ആളുകളൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ദിവസവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ആരും ശ്രദ്ധിക്കാതെ പോയത്. അപ്പോൾ രാവിലെ ഇവിടെ ഇപ്പോൾ ഇവരെ പഞ്ചായത്തിൻ്റെ ഒരു വീട് ഇവിടെ പണിയുന്നുണ്ട് ഇവർക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഫണ്ട് കിട്ടും. അപ്പോൾ അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ വന്നപ്പോഴാണ് ഈ വീട് അടഞ്ഞു കിടക്കുന്നതും. അപ്പോൾ മോളെ വിളിച്ച്, അപ്പോൾ മോൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടുന്ന് ഇവരെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഇത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ തുറന്നു നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. കഴുത്തിലൊരു വെട്ടം. ഇതൊരു വെട്ടം. എന്നാലും ഇത് തന്നെയാണ്. തൊട്ടടുത്ത് പഞ്ചായത്ത് മെമ്പർ കൂടെ ചേരുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്? ഞാൻ അറിയുന്നതാണ് പ്രശ്നങ്ങളുണ്ടെന്നല്ല. തൊട്ടടുത്ത വീടായതുകൊണ്ട് അന്നൊക്കെ നോക്കിയിട്ടുള്ളതാണോ? ഒന്ന് വിളിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇന്നലെ പിന്നെ ഞാൻ വീട്ടിലില്ല. അതുകൊണ്ട് എന്താ നടന്നതെന്ന് അറിയില്ല. ഓക്കെ. ഏതായാലും നിലവിൽ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഈ വീട്ടിൽ കൃത്യം നടന്ന സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. ഒപ്പം കുട്ടികൃഷ്ണന് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി തന്നെ നടക്കുകയാണ്. അഭിലാഷ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഡോഗ് സ്ക്വാഡ് വീട്ടിൽ നിന്ന് ഓടി ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറം വരെ പോയി നിന്നിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പോലീസ് ടവർ ലൊക്കേഷനും ഒപ്പം ബസ്സുകാരെ വിവരം അറിയിച്ചും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ വിവരം അറിയിച്ച് കുട്ടികൃഷ്ണന് വേണ്ടിയുള്ള പരിശോധന തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്തി വരികയാണ്.